ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. എന്താ മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ നിങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ അങ്ങനെ പിടിച്ചു നിന്നടാ? ജോസപ്പേ, തോക്കിനുള്ളിൽ കയറി പിടി വെക്ക്. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളക്കുമ്പോ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനെ? ശരി സാർ. വാ വാ. പോലീസുകാരൻ മൂളിയ കൂടെ SI മൂളണം. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. സാർ, എന്താടാ? എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ അടുക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം. ഒന്ന് നോക്കിയാലോ? അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോ എല്ലാവർക്കും കൂടെ ഒന്നങ്ങ് ചിരിക്കാൻ. എനിക്കിനി ചമ്മാൻ വയ്യേ. ചമ്മ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഡേ നീ അത് എടുത്തോ. പയ്യൻ രക്ഷപ്പെടട്ടോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ